തിരുവനന്തപുരം നമ്മുടെ NH ബൈപ്പാസിന് സമീപം എന്ന് പറഞ്ഞാൽ ദേ തൊട്ടടുത്തായിട്ട് കാണുന്ന ബൈപ്പാസാണ്. ആ വണ്ടികളൊക്കെ പോകുന്നതുണ്ടോ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് 17 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിലും പുഴമണലിലും നിർമ്മിച്ച ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട്. ഇത് വന്നിട്ട് ഇപ്പം റീസെൻ്റായിട്ട് ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളി കണ്ടീഷനിലാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ കോവളം കഴിഞ്ഞ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ കാഞ്ഞിരംകുളം കഴിഞ്ഞ് പൂഴിക്കുന്നം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പോരന്നൂർ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് കാണാം. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഈസിലി കാണാൻ സാധിക്കും. അതായത് ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന അവിടെ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ കാണുന്ന വഴിയടക്കം നമുക്ക് ടോട്ടൽ 17 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം വേണം, എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇവിടെ നോക്കി, ഇവിടെ എത്ര ഇത് ഈ രീതിയിൽ വഴുതനവും പല രീതിയിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടുണ്ട്, ഒത്തിരി അധികം ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്. പുതിയതാ തെങ്ങും തൈ തന്നെ കുറേ എണ്ണം നട്ടിട്ടുണ്ട്. മാവും പ്ലാവും ഇങ്ങനെ തുടങ്ങിയ എല്ലാ സാധനവും നമുക്ക് വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബൈപ്പാസിനോട് ഏറ്റവും അധികം ആക്സസിബിലിറ്റി ഉള്ള ഇവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് വഴി തന്നെ പോകാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയായിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. എങ്ങനെയാ വെച്ചാൽ ഇവിടെ സ്ഥലത്തിന് തന്നെ അത്യാവശ്യം ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് ആണ്. നമുക്കിത് ടോട്ടൽ 17 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ ഏകദേശം ഈ വീട് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് നമുക്കിതിനകത്ത് വില പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. ഈ കാണുന്ന പോലെ വലിയൊരു മുറ്റമുണ്ട്. നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് ഈ സൈഡിൽ ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു വണ്ടിയും 2-3 സ്കൂട്ടർ എന്തെങ്കിലും വേണമെങ്കിലും വെക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് മുറ്റത്ത് തന്നെ 4-5 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. വരാന്ത സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇരിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ സ്പേഷ്യസ് ആയിട്ടാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ ഈ തടിപ്പണികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ്. മുൻവശത്തുള്ള ഡോറ് ഇതുപോലെ ഈ കാണുന്ന പോലെ 2 പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിയൊരു ലിവിങ് സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് വരും. വാഷ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതുപോലെ ഫാൻസി ലൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൻ്റെ അടിയിലേക്കും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും. കിച്ചണിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് വുഡിലാണ്. ഇതെല്ലാം പ്ലാവിൻ തടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇവിടെ ആയിട്ട് പുകയടുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അമ്മിക്കല്ലും അങ്ങനെയുള്ള സൗകര്യങ്ങളും കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. പിൻവശത്തായിട്ട് നമ്മുടെ സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ടോയ്ലറ്റും ബാത്റൂം സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ വീണ്ടും ഒരു സ്റ്റോർ റൂമൊക്കെ ഈ സൈഡിൽ തന്നെ കാണാം. ഒരു പശുവിനെയൊക്കെ വാങ്ങിക്കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ തൊഴുത്തു പോലെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. അങ്ങനെ വീടിന് ചുറ്റും നല്ല രീതിയിൽ സ്ഥല സൗകര്യമുണ്ട്. ഇവിടെ നോക്കി കുറേ വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടിക്കകത്ത് തന്നെ കുറേ തെങ്ങ്, നമുക്ക് ഓൾറെഡി കായ്ഫലം നൽകുന്ന തെങ്ങുകൾ നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതിൽ 2 ബെഡ്റൂം താഴത്തെ നിലയിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ റൂമുകളിലും ഇതുപോലെ AC എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. കബോർഡ് ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് നമുക്ക് കമോഡെല്ലാം ഇപ്പോൾ പുതിയതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. റെനോവേറ്റ് ചെയ്ത സമയത്ത് അതെല്ലാം മാറ്റി നീറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഈ റൂമിലായാലും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോയേഴ്സും താഴേക്ക് എല്ലാം സ്റ്റോറേജ്, ഇവിടെ എല്ലാം സ്റ്റോറേജ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടുള്ള കബോർഡാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്, ഇവിടെ വേണമെങ്കിൽ ഒരു TV ഒക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട്. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ്. ഇത് പോകെ ഒരു വലിയൊരു ബെഡ്റൂമും കൂടെ നമുക്ക് മേളത്തെ നിലയിൽ തന്നെ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിനകത്ത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസാണ്. ഈ ഓപ്പൺ ടെറസിൽ ഈ ഭാഗം എന്താ ഇങ്ങനെ വാർത്ത് തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ, അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ ടൂൾസ് ഒക്കെ കൊണ്ടുവന്നിടാനുള്ള ഒരു സ്റ്റോറേജ് ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തുണിയെല്ലാം സുഖമായിട്ട് ഉണങ്ങാനിടാനുള്ള സൗകര്യവും വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി ഈ രീതിയിലാണ് വരുന്നത്. ഇതിന് പിൻവശത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ്, നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമാണ്. ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് ഒരു 50-60 മീറ്റർ മാറിയിട്ടായതുകൊണ്ട് വണ്ടികൾ പോകുന്ന ശബ്ദമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അതുപോലെ പിൻവശത്ത് ഈ വയലൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ആ ഒരു തണുപ്പും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ കാണുന്ന പോലെ മുൻവശത്ത് വലിയൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. മുൻവശത്തല്ല, ശരിക്കും നമ്മുടെ ഈ കാർ പോർച്ചിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് NH-ലേക്കാണ് വിസിബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 1,65,00,000 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് ബൈപ്പാസ് അരികത്തൊക്കെ ഇപ്പം പ്രോപ്പർട്ടിയുടെ വില നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. 10 lakhs മേളിലോട്ടൊക്കെയാണ് പെർ സെൻറ്റ് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരും പോലെയാണ് അവർ വില ഫിക്സ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ. ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.